ഹായ് ഹലോ. അപ്പം നാളെ വിഷുവൊക്കെ ആയിട്ടെന്താ പരിപാടി? അപ്പോൾ നമ്മൾ നാളെ വിഷു ആയത് കാരണം നാളെ അമ്പലത്തിൽ നല്ല തിരക്കായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് അമ്പലത്തിലോട്ട് പോകാമെന്ന് വെച്ചിട്ട് രാവിലെയൊക്കെ എണീച്ച് സൂര്യനെയൊക്കെ കണ്ട് നമസ്കരിച്ചിട്ട് നമ്മൾ റെഡിയായി അമ്പലത്തിലോട്ട് പോയി. ഇതാണ് അമ്പലം കേട്ടോ, തേനാരി ശ്രീരാമ തീർത്ഥം എന്ന് പറയും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനുള്ളൊരു കുളമുണ്ട്, പക്ഷേ ഞാനത് വീഡിയോ എടുത്തില്ല. അപ്പോൾ എനിക്ക് മറന്നു പോയി കേട്ടോ എടുക്കാൻ. അതിനുള്ളിൽ ഒരു പ്രത്യേകതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുളത്തിൽ നമ്മൾ രാമ 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 എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ നിന്ന് ഈ ആ കിണറിൻ്റെ വെള്ളം കുമിളകളായിട്ട് മുകളിലോട്ട് വരുന്നുള്ള ഒരു വിശ്വാസമുണ്ട്. പക്ഷെ നമുക്ക് വിശ്വാസമല്ല, അത് നേരിട്ട് കാണാൻ പറ്റുന്നതാണ്. ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ അങ്ങനെ വരില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഞാനിത് കുറേ തവണ പോയിട്ടുണ്ടെങ്കിലും ഇത് അറിയില്ലായിരുന്നു. പക്ഷെ പിന്നീട് അറിഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞു നോക്കിയപ്പോൾ സത്യമാണ് കേട്ടോ, അതിങ്ങനെ മുകളിലോട്ട് വന്നു. ഇതിൻ്റെ ബാക്കിലായിട്ട് കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആരാണ് പിന്നെ നമ്മളുടെ തമിഴ് ആക്ടർ ജയൻ രവി ഇവിടെ ഈ അമ്പലത്തിൽ നിന്ന് വിസിറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അത് അറിയും തോന്നുന്നു, സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ വിസിറ്റ് ചെയ്തിട്ട് പോയിട്ടുള്ള ഒരു ടെമ്പിളാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാം കേട്ടോ. മേമ്മയുടെ മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഒരു ശിവക്ഷേത്രമുണ്ട്. അപ്പോൾ അങ്ങോട്ടും കൂടി കയറിയിട്ട് പോകാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ തീരുമാനിച്ചത്. അങ്ങനെ ഇതാണ് റോഡ് കേട്ടോ. ഈ റോഡിൻ്റെ റോഡ് സൈഡ് തന്നെയാണ് അമ്പലം. അപ്പോൾ നമ്മൾ പച്ചപ്പൊക്കെ ഉള്ള ഒരു ടൈമാണെന്നുണ്ടെങ്കിൽ, കതിരുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ അമ്പലം കാണാൻ നല്ല ഭംഗിയായിരിക്കും. കാരണം ചുറ്റും പച്ചപ്പും അതിന് നടുക്കായിട്ട് അമ്പലമൊക്കെ കാണാനായിട്ട് നല്ല രസമായിരിക്കും. പക്ഷെ ഇപ്പോൾ നമ്മൾ ആ കാലമല്ലല്ലോ, ആ കാലാവസ്ഥ അല്ല, ചൂട് കാലാവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ കൊയ്ത് വൃത്തിയാക്കിയിട്ട് ഇരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ്. ഇവിടുന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, നല്ല അടിപൊളി ഒരു വ്യൂ ആണ് ഇവിടുന്ന്. പച്ചപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. നമുക്ക് ഈ റോഡ് സൈഡ് നിന്നാൽ തന്നെ നമുക്ക് ശിവക്ഷേത്രം കാണാനായിട്ട് പറ്റും. ഈ തീർത്ഥത്തിൻ്റെ കുറച്ചൊരു വളവ് കഴിഞ്ഞാലാണ് ശിവക്ഷേത്രം. വരുന്ന വഴിക്കാണ് ശിവക്ഷേത്രം. പക്ഷെ ഞങ്ങൾ ഇവിടെ വേഗം നടയടയ്ക്കുന്നുള്ള ഒരു തീരുമാനത്തിൽ ഞങ്ങൾ ഇവിടെ വേഗം വന്നു. കാരണം കുറച്ച് ഡാൻസും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അത് കാരണമാണ് നമ്മൾ ആദ്യം ഇവിടെ വന്നത്. അവിടെ ആ ഒരു മതിലൊക്കെ കണ്ടോ, അതാണ് ശിവക്ഷേത്രം. അങ്ങനെ ഞങ്ങൾ ശിവക്ഷേത്രത്തിലോട്ട് പോണ വഴിക്ക് നമ്മൾ ഈ തീർത്ഥത്തിൽ നിന്ന് വെളിയിൽ നിന്ന് ഇറങ്ങിയതും ഇവരെ മേമ്മയുടെ മക്കൾ എന്തോ പഞ്ഞിൻ്റെ കായോ എന്തോ ഉണ്ടെന്ന് പറഞ്ഞ് വലിച്ചായിരുന്നു കണ്ടോ. പക്ഷെ ഇതെന്താണെന്ന് എനിക്കറിയില്ല, അവർ പറഞ്ഞപ്പോഴാണ് എനിക്കറിഞ്ഞു. അല്ലാതെ നോർമൽ കോട്ടൺ എനിക്കറിയാം. ഇതെന്താണെന്നുള്ളത് അറിയാം. ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ നിന്ന് പഞ്ഞ് വരുമെന്നാണ് പറയുന്നത്. പക്ഷെ നല്ലോണം ഉണങ്ങണം തോന്നുന്നുള്ളൂ, ഉണങ്ങിയിട്ടില്ല. പക്ഷെ എന്നാലും നമുക്ക് നോക്കാം, ഇതിനുള്ളിൽ നിന്ന് പഞ്ഞ് വരുമോ ഇല്ലയോ നമുക്ക് നോക്കാം. അങ്ങനെ പൊട്ടിച്ചു. അത്യാവശ്യം പഞ്ഞിയുണ്ട്, കുഞ്ഞു കുഞ്ഞു പഞ്ഞുകളാണ് കേട്ടോ. പക്ഷെ നമ്മുടെ മുടിയിലൊക്കെ ഇടുന്നുണ്ടായിരുന്നു കുട്ടികൾ. പക്ഷെ അത് നല്ല ചെറിയ ചെറിയ പഞ്ഞികളാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അവളുടെ നിറയെ